ശതാഭിഷക്തനായ വടകരയിലെ ജനകീയ ഡോക്ടർ എ.കെ. രാജനെ വടകര സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. സമാന്തര പരിപാടി യു.കെ. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കവിതയും ശുശ്രൂഷയും ഒരുമിക്കുന്ന അപൂർവ ജീവിതത്തിനുടമയാണ് ഡോക്ടർ എ.കെ. രാജൻ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. രോഗിയിലെ മനുഷ്യനെ സ്പർശിക്കാൻ കഴിഞ്ഞതാണ് ചികിത്സകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നതെന്ന് യു.കെ. കുമാരൻ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മനോഹരമായ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അവിടെ നിങ്ങളുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, നിങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ പോലും നിങ്ങൾ ഇടയ്ക്കെങ്കിലും നല്ല സാഹിത്യകൃതി വായിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ സാഹിത്യകൃതി വായിക്കണം എന്ന് പറയാൻ കാരണം താല്പര്യം? അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ ധാരാളം മനുഷ്യരെ രോഗികളായി പരിചയപ്പെടുന്നുണ്ടായിരിക്കാം, അവരുടെ രോഗം കണ്ടെത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളിൽ പലരും അവരിലൊരു മനുഷ്യനുണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര തിരിച്ചറിയാൻ സാധിക്കും? അവരുടെ ഉള്ളിൽ മനസ്സിലെ മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ വിജയിക്കൂ എന്ന് തകഴി അന്ന് അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യവേദി പ്രസിഡന്റ് വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഇതുപോലെ ഒരു ചടങ്ങ് കുടുംബാംഗങ്ങൾ മാത്രമായിട്ട് സംഘടിപ്പിക്കുന്നതിൽ പോലും ഡോക്ടർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഡോക്ടറുടെ സ്വതസിദ്ധമായ എളിമയും വിനയവും എൻ്റെ ജീവിതം എത്ര നിശബ്ദമായും സുന്ദരമായും സംഭവിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യന്റെ അത് ആഘോഷിക്കാനുള്ളതല്ല എന്ന ഒരു യോഗി മനസ്സിന്റെ പ്രകടനമായിട്ടാണ് ഞങ്ങൾ അതിനെ എല്ലാ സമയത്തും എടുത്തിട്ടുള്ളത്. വി.ടി. മുരളി, സജയ് കെ.വി., പി.പി. ദാമോദരൻ, ഡോക്ടർ കെ.എം. ഭരതൻ, ശശികുമാർ പുറമേരി, ടി.കെ. വിജയരാഘവൻ, തയ്യുള്ളതിൽ രാജൻ, പി.കെ. രാമചന്ദ്രൻ, ടി.ജി. മയ്യന്നൂർ, സോമൻ മുത്തുവന, പ്രഫുൽ ചന്ദ്രൻ മൂടാടി, വിജയൻ മടപ്പള്ളി, അഡ്വക്കേറ്റ് ഷാക്കിറ, സതീശൻ സി.പി., വി.പി. രമേശൻ, സി.സി. രാജൻ, സതീഷ് ബാബു, റഷീദ് ടി.പി. എന്നിവർ പ്രസംഗിച്ചു. മേഘ്ന മയ്യന്നൂർ കവിതാലാപനം നടത്തി. ഡോക്ടർ എ.കെ. രാജൻ മറുപടി പ്രസംഗം നിർവഹിച്ചു. സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ ജീവിതത്തിൻ്റെ സായാന്തനത്തിൽ നമുക്കെല്ലാം ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇന്ന് സുഖമായി ജീവിക്കുക, നാളെയെക്കുറിച്ച് ചിന്തിക്കരുത്. ഇന്നലെയെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടരുത്, നാളെയെക്കുറിച്ച് ആലോചിച്ചിട്ട് വ്യാകുലപ്പെടാനില്ല. ഇന്ന് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ പുതിയ കാലത്തെ തീരുമാനമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹാദരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പുറത്തോടത്ത് ഗംഗാധരൻ സ്വാഗതവും പി.പി. രാജൻ നന്ദിയും പറഞ്ഞു.